ഹലോ, ഗുഡ് മോർണിംഗ്. ചാറ്റിലൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സോ ഇറ്റ്സ് ഡേ 19 ഓഫ് 21 ഡേയ്സ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അല്ലേ? നമ്മൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ എം സോ മച്ച് ഹാപ്പി. ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. കാരണം നമ്മൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ തന്നെ കുറച്ചൊരു എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്കാണ് നിങ്ങൾ എൻ്റർ ആയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ ജസ്റ്റ് മെഡിറ്റേഷനിലേക്ക് എൻറ്റർ ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. സോ ഗെറ്റ് റെഡി ഫോർ മെഡിറ്റേഷൻ. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൈൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 5 മിനിറ്റ്സ് ലാഗ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കേട്ടോ. ആർ യു ഗൈസ് റെഡി ഫോർ ദ മെഡിറ്റേഷൻ? മെഡിറ്റേഷന് റെഡി ആണോ? റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫാത്തിമ. ഓക്കെ, റെഡി. ഗുഡ്. ഓക്കെ, റെഡി നൂറ. സോ ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം കേട്ടോ. വളരെ ശാന്തമായ ഒരവസ്ഥയിലിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ ആം പ്രിപ്പയറിംഗ് മൈ സെൽഫ് ഫോർ ദ മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷന് വേണ്ടി എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. പതിയെ നിങ്ങൾ എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുപോവുക. ശ്വാസത്തിനെ ഒന്ന് ഫീൽ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. വളരെ സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കാം. ഓരോ ശരീരഭാഗത്തിനെയും ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ഹിപ്സ്, ശരീരത്തിൻ്റെ പുറം ഭാഗം. ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. Take a deep breath in. Hold on and breathe out.
Take a deep breath in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. Just take a deep breath in. Breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള സമ്മർദ്ദം, ഭയം, ആശങ്ക ഇതെല്ലാം ഒഴുകിപ്പോകുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകുന്നതായി ഫീൽ ചെയ്യാം. Just take a deep breath in. Hold on and breathe out. Now നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ശാന്തമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എൻ്റെ വിജയത്തിന് ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പരീക്ഷകളെയും വളരെയധികം ഉന്മേഷത്തോടെ ഞാൻ നേരിടുന്നു. ഞാൻ പൂർണ്ണ വിജയത്തിനായി നേരായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ പരീക്ഷകളെയും പൂർണ്ണമായ ആവേശത്തോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിനോട് തന്നെ പറയാം, ഓരോ ശ്വാസത്തിലും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാം. ഓരോ ശ്വാസവും നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കുന്നുണ്ട്.
ഓരോ ശ്വാസം നിങ്ങൾ എടുത്തു വിടുമ്പോഴും അത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ പരീക്ഷയെയും ആവേശത്തോടെ, കൂടുതൽ ഉന്മേഷത്തോടെ, ആത്മവിശ്വാസത്തോടെ നേരിടുന്നത് മനസ്സിൽ കാണാം. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ഓരോ പരീക്ഷയെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ, ഉന്മേഷത്തോടെ എഴുതുന്നതായി വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു മൊമെന്റിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളെടുക്കുന്ന പരിശ്രമങ്ങളും നിങ്ങൾ പഠനത്തിനായി ഉപയോഗിക്കുന്ന സമയവും നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട്. പൂർണ്ണമായ വിജയം നേടിയെടുക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾക്കുള്ളിലുള്ള കഴിവുകളും ആത്മവിശ്വാസവും നിങ്ങളെ അതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, എനിക്ക് വിജയം സാധ്യമാണ്. Just feel that എനിക്ക് വിജയം സാധ്യമാണ്. എൻ്റെ എല്ലാ ഊർജത്തിനെയും എൻ്റെ പഠനത്തിലേക്ക്, എൻ്റെ വിജയത്തിലേക്ക് ഞാൻ നൽകുന്നുണ്ട്. ഓരോ പരീക്ഷയിലും നിങ്ങൾ വിജയിച്ചതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സന്തോഷത്തിനെ, ആവേശത്തിനെ ഫീൽ ചെയ്യാം. വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചതിന് നിങ്ങൾക്ക് തന്നെ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. I thank myself for leading me to success. എന്നെ വിജയത്തിലേക്ക് നയിച്ച എന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. I thank my Creator for giving me the success. എനിക്ക് വിജയം നൽകിയ, സാധ്യമാക്കിയ എൻ്റെ ക്രിയേറ്ററിനോട്, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അവസരം എനിക്കായി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. I thank my Creator for this opportunity.
വളരെ ശാന്തമായ വിശാലമായ മനസ്സോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ ആവേശത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാം. കൂടുതൽ വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാം. പതിയെ ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ആർ ബാക്ക്. തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. Okay, Fatima, how was the meditation? Good, okay. സോ എനിവേ ഇന്ന് എനിക്ക് ജസ്റ്റ് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിന്റെ ആഫ്റ്റർ നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ മൈൻഡ് ലെവലിൽ നമ്മൾ ഒരുപാട് വിജയത്തിനെ കുറിച്ചും നമ്മൾ ആക്ഷൻസ് എടുക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നന്നായിട്ട് എക്സാമിൽ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ജസ്റ്റ് നന്നായിട്ട് സജഷൻസ് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. മൈൻഡിന് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലേക്കും കൂടെ വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇൻ ദ സെൻസ് നമ്മൾ ബോഡിയിൽ മൈൻഡിൽ കൊടുക്കുന്ന ഒരുപാട് അഫർമേഷൻസ് നമ്മൾ ബോഡി വൈസ് ആക്ഷൻ എടുത്തു പോവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന സ്റ്റഡി പ്ലാനിന്റെ കാര്യം, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ആക്ഷൻ വൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതിന്റെ ഒരു തിരിച്ചടി പോലെ വന്നേക്കാം. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ആക്ഷൻ വൈസ് നിങ്ങൾ കുറച്ചും കൂടെ ഓർഡർ ആക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ സ്റ്റഡി പ്ലാന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മോഡൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കുറച്ച് ടൈം ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അത് ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നേച്ചറിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെ, മീ ടൈം കുറച്ച് കൊടുക്കുന്നതിനെ കുറിച്ച്. അതായത് നമ്മൾ കുറേ അവേഴ്സ് പഠിക്കാൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാം. അതൊരു 30 മിനിറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ബിഫോർ സ്ലീപ്പ്, ഉറങ്ങുന്നതിന്റെ മുൻപുള്ള കുറച്ച് സമയം നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്ത്, വേണമെങ്കിൽ ഒരു മ്യൂസിക് വെച്ചൊരു ഡാൻസ് ഒക്കെ ചെയ്ത് നോക്കിയേ. നമ്മൾ സ്ട്രെസ്, ആങ്സൈറ്റി പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എക്സസൈസ് ഒക്കെ പലരും ഈ ഒരു സംഭവത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം എക്സസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മാക്സിമം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് എന്തെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡാൻസ് പോലെ. ഇപ്പം
നമ്മൾ ചില കാര്യം എന്റർടൈൻമെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട്. ബട്ട് ഇത് നമ്മൾ പ്യുവർലി നമ്മൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് സ്പേസിൽ ജസ്റ്റ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. സോ അത് ഒരു പോയിന്റ് ആണ്. നിങ്ങൾ സെൽഫിൽ കുറച്ച് സമയം കൊടുക്കുക, എക്സസൈസ് ഓർ ഡാൻസിങ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഒന്നും കൂടെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? അപ്പോൾ വൺ തിങ് ഐ വാണ്ട് ടു റിമൈൻഡ് ഈസ്, നിങ്ങൾ മെഡിറ്റേഷൻ മാത്രം ചെയ്യുന്നതിന് പകരം അതിൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലും കൂടെ ശ്രദ്ധ കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? സ്റ്റക്നെസ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയോ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്, ഫോർ ദ സ്റ്റഡീസ് ആൻഡ് ഫോർ ഓൾ യുവർ ഡ്രീംസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ബൈ.